മാത്യു കുഴൽനാടൻ എം.എൽ.എ അറസ്റ്റിൽ. കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിലും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിനുമാണ് നടപടി. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, തീർത്തും ഒരു അക്രമാസക്തമായ ഒരു സമരത്തിലേക്ക് തന്നെയാണ്, ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് അവരിന്നും കടന്നിരുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആവണി, അല്പം മുമ്പാണ് ഈ അക്രമ സമരത്തെ തുടർന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട 13 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് മുഹമ്മദ് ഷിയാസിനെതിരെയും മാത്യു കുഴൽനാടനെതിരെയും നടപടി ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ദാരുണമായ സംഭവത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടിരുന്നു. 65 വയസ്സുള്ള ഇന്ദിരയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തും മുമ്പ് മരണമടഞ്ഞത്. ഇതേ തുടർന്ന് ഈ കോതമംഗലത്ത് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനിരിക്കെയാണ് ഈ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവരെ ഇവിടെ നിന്ന് ഈ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് തട്ടിയെടുത്ത് കോതമംഗലത്തെ നഗരമധ്യത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ പന്തല് കെട്ടി പ്രതിഷേധിക്കുകയും ചെയ്തത്. ഇതിന്റെ മറവിൽ വലിയ ആക്രമണം ഉണ്ടായത്. ആശുപത്രിയിൽ വരുന്ന വഴി പോലീസ് ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് നേരെ ആക്രമിക്കുന്ന കാഴ്ചയടക്കമാണ് കണ്ടത്. DCC പ്രസിഡന്റ് ഷിയാസ് അടക്കം അസഭ്യം വിളിക്കുകയും DYSP അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉച്ചവരെ മൃതദേഹം അവിടെ വെച്ച് ആ തരത്തിലുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഇതിനിടെയാണ് പോലീസ് അവരുടെ നടപടി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതിന്റെ ഭാഗമായി പോലീസ് ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഈ മൃതദേഹം അവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. ഈ സംഭവത്തിലാണ് മൃതദേഹത്തോടുള്ള അനാദരവ് കാണിക്കലും പോലീസിനെ ആക്രമിച്ചടക്കമുള്ള സംഭവങ്ങൾ മുൻനിർത്തി പോലീസ് കേസെടുത്തത്. 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം ഉള്ള 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ മാത്യു കുഴൽനാടൻ MLAക്കും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർക്കെതിരെ 2 കേസുകൾ ചുമത്തിയിരുന്നു. അതിലൊന്ന് ഈ വീട്ടമ്മയുടെ മൃതദേഹത്തോടുള്ള അനാദരവ് കാണിക്കലാണ്. രണ്ടാമത്തേത് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിച്ച് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ കുറ്റങ്ങൾ ചുമത്തിയാണ് 2 പേർക്കുമെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ഉണ്ടായ സമരത്തിന് ശേഷം, അതായത് വീട്ടമ്മയുടെ മൃതദേഹം നഗരമധ്യത്തിൽ വെച്ച് പ്രതിഷേധിച്ച് അതിനുശേഷം പിന്നീട് പോലീസ് മൃതദേഹം തിരികെ കൊണ്ടുപോയി. അതിനുശേഷം കോതമംഗലത്ത് ഗാന്ധി സ്ക്വയറിന് സമീപം മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ പന്തല് കെട്ടി ഉപവാസ സമരം ആരംഭിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. ഈ സമരപ്പന്തലിൽ വെച്ചാണ് ഇപ്പോൾ രാത്രിയോടെ കോതമംഗലം പോലീസ് എത്തി MLAയും ഒപ്പം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവരുടെയും വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം അധികം വൈകാതെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് കോതമംഗലത്ത് ഇന്ന് പകൽ അരങ്ങേറിയത്. വീട്ടമ്മയുടെ മൃതദേഹവുമായാണ് ഇത്തരത്തിലുള്ള അക്രമ സമരത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. മൃതദേഹവും ഈ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും മുമ്പ് അതിനിടയിലാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വലിച്ചു കൊണ്ടുവരികയും ഇത്തരത്തിൽ നഗരമധ്യത്തിൽ വെച്ച് പ്രതിഷേധിക്കുക അടക്കമുള്ള നടപടികൾ ചെയ്തത്. അത് തീർത്തും നിയമവിരുദ്ധ നടപടിയാണെന്ന് മന്ത്രി P. രാജീവ് അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു അപകട മരണം അല്ലെങ്കിൽ അസ്വാഭാവിക മരണം സംഭവിക്കുന്ന സമയത്ത് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ അതിനൊന്നും അനുവദിക്കാതെ മൃതദേഹം നേരെ നഗരമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് പന്തല് കെട്ടി പ്രതിഷേധിക്കാനുണ്ടായത് എന്ന് മാത്രമല്ല, ഇത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് DYSP, മൂവാറ്റുപുഴ DYSPക്ക് നേരെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ഒക്കെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തപ്പോൾ പോലീസ് നടപടിയിലേക്ക് പോയത്. ആവണി.